بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയനായ ഈ മേഖലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ SIO മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അനീസ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച SIOവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് TK, വേദിയിലിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ സമാപന പ്രഭാഷണം നിർവഹിക്കുന്ന SIO കേരള സെക്രട്ടറി മിസാബ് ഷിബിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാസങ്ങളായി വളരെ പ്രസക്തമായൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ക്യാമ്പയിനാണ്, സാമൂഹ്യ പ്രാധാന്യമുള്ള ക്യാമ്പയിനാണ്. ഹൻദലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടാവുക, ഒരു നിർണായകമായ ചരിത്ര ദശാസന്ധിയിൽ രണ്ട് പ്രധാനപ്പെട്ട പോരാട്ടത്തെ വളരെ സർഗാത്മകമായി സമന്വയിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തോട് SIO ഈ പോരാട്ടത്തിൻ്റെ സമന്വയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, പ്രമുഖ താബിഈ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ജിഹാദ് എന്നാണ് ഇതിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിൽ ഉഹദിൻ്റെ ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ പരിചയമായി നിന്നത് മുസ്അബ് ബിൻ ഉമൈറാണ്. മുസ്അബ് ബിൻ ഉമൈർ ദീർഘനേരം പോരാടി രക്തസാക്ഷിയായി. പിന്നീട് വന്നത് അബൂ ദുജാനയാണ്. അബൂ ദുജാന നിരവധി വെട്ടുകളേറ്റ് അവശനായി കിടന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറയാണ്, നമുക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ സന്നദ്ധരായവർ ആരാണ്? ഈ ആഹ്വാനം കേട്ട് സിയാദ് ബിൻ സക്കൻ എന്ന് പറയുന്നൊരു സഹാബി ചാടി വരികയാണ്. അദ്ദേഹത്തിന് പോരാട്ടഭൂമിയിൽ അദ്ദേഹം വെട്ടേറ്റു. പ്രവാചകന്റെ മടിയിൽ കിടന്നാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വെട്ടേറ്റു. നബിയുടെ ബോധം പോയി. തെളിഞ്ഞു നിന്ന് നബിക്ക് ബോധം തെളിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മ അമ്മാറ. ഇടത്തും വലത്തും തിരിഞ്ഞപ്പോൾ ഉമ്മ അമ്മാറയല്ലാതെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഉമ്മ അമ്മാറ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് 12 വെട്ടുകളേറ്റു. ആ 12 വെട്ടുകളേറ്റ് അവർ പിന്മാറിയപ്പോൾ നബിയെ അക്ഷരാർത്ഥത്തിൽ സംരക്ഷിച്ചത് തൽഹ റളിയല്ലാഹു അൻഹു ആണ്. തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നഹരി ബിദൂനി നഹരിക്, എൻ്റെ നെഞ്ച് നിങ്ങളുടെ പരിചയമാണ്. ഞാൻ വീണിട്ടല്ലാതെ നിങ്ങളെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ യഹൂദിൻ്റെ രണാങ്കണത്തിൽ പ്രവാചകൻ്റെ ഒരു ആഹ്വാനമുണ്ട്. നമുക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ സന്നദ്ധരായവരാരാണ്? ഈ ആഹ്വാനം പ്രവാചകൻ വഫാത്തായി, ഉഹദും അതിനുശേഷമുള്ള യുദ്ധങ്ങളും കഴിഞ്ഞു. അതിനുശേഷം ചരിത്രത്തിൽ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. പക്ഷേ ആ ദീനും ആ പ്രവാചകനും ആ സമുദായവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യം എന്താണ്? സ്വന്തത്തെ വിൽക്കാൻ സന്നദ്ധരായവർ ആരാണെന്നത് ചോദ്യമാണ്. ആ ചോദ്യത്തെ എല്ലാ കാലഘട്ടത്തിലും മുഴക്കുകയും അതിനോട് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരുമാണ് മുസ്ലിം സമൂഹം. ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അയാളെ സഹായിക്കാൻ നിങ്ങൾ പണം കൊടുക്കുകയോ ശാരീരികമായി അയാളെ സഹായിക്കുകയോ ചെയ്താൽ സ്വന്തത്തെ വിറ്റവനാണ് നിങ്ങൾ. ഒരു പ്രയാസപ്പെടുന്ന ആളെ കൈപിടിച്ച് നിങ്ങൾ സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും കൊണ്ടുവന്നാൽ നമുക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റവനാണ് നിങ്ങൾ. നമുക്കെന്ന് പറഞ്ഞാൽ പ്രവാചകന് വേണ്ടി സ്വന്തത്തെ വിറ്റവരാണ്. അനീതിയും അധർമ്മവും അക്രമവും ലോകത്ത് നടമാടുന്ന സന്ദർഭത്തിൽ ആ അനീതിയെയും അക്രമത്തെയും ചോദ്യം ചെയ്യാൻ മുട്ടിച്ചുരുട്ടി നിങ്ങൾ തെരുവിലിറങ്ങിയാൽ, അതിനെ നിങ്ങൾ ശക്തമായി അതിനോട് ചെറുത്തു നിന്നാൽ, അത്തരം അക്രമങ്ങളെ നിങ്ങൾ സന്ധിയില്ലാതെ കോംപ്രമൈസ് ഇല്ലാതെ അഭിമുഖീകരിക്കാൻ തയ്യാറായാൽ, പ്രവാചകന് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ സന്നദ്ധരായവർ ആരാണ് എന്ന ചോദ്യത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നവരായി നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മളെ ഒരു ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹൻദല ആരാണ് എന്ന ചോദ്യം അതിലൊന്നാമത്തതാണ്. ആരാണ് ഹൻദല എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഫലസ്തീനിലെ, നിങ്ങൾക്ക് ആലോചിച്ചത്, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ, ആ ജനതയെ എന്തൊക്കെ ശക്തികളാണ് വേട്ടയാടുന്നത്? അമേരിക്ക ഒരു ഭാഗത്തുണ്ട്, യൂറോപ്പ് ഒരു ഭാഗത്തുണ്ട്, ഇസ്രായേലിൻ്റെ സർവായുധ സജ്ജരായ സൈനികർ ഒരു ഭാഗത്തുണ്ട്, അവരെ സഹായിക്കാൻ സന്നദ്ധരായ ലോകരാഷ്ട്രങ്ങൾ ഒരു ഭാഗത്തുണ്ട്. എല്ലാവരും ചേർന്ന് ഒരു ചെറിയ തുരുത്ത്, ഗസ, വെസ്റ്റ് ബാങ്ക്, ജെറൂസലേം തുടങ്ങിയ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെ ജനത എന്ന് പറയുന്നത് അവർ 3 ഭാഗത്തും ഇസ്രായേൽ തന്നെ ഉപരോധിച്ചു നിർത്തിയ ജനതയാണ്. ആ ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമാവുക എന്ന് പറഞ്ഞാൽ അത്യന്തം അപകടകരമായൊരു റിസ്ക് സ്വയം ഏറ്റെടുക്കലാണ്. ആ റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രതീകമാണ് ഹൻദല എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. ഹൻദല എന്ന് പറയുന്നത് ഈ ഒരു വ്യവസ്ഥിതിയോട്, ഈ ഒരു അനീതിയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയോട് മുഖം തിരിച്ചു നിൽക്കാതെ നേർക്കുനേരെ പോരാടാൻ സന്നദ്ധമായ സർഗാത്മക പ്രതിരോധത്തിൻ്റെ ചിഹ്നമാണ് ഹൻദല എന്ന് പറയുന്നത്. ഈ ഹൻദല എന്ന് പറയുന്ന പ്രതീകത്തെ ഇന്ത്യയിലെ വംശീയ പദ്ധതികളുടെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് പറിച്ചു നടാൻ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു വലിയ പ്രതീകമാണ് ബാബരി എന്ന് പറയുന്നത്. ബാബരിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ബാബരി നമുക്കറിയാവുന്ന കേസാണ്. ബാബരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ, ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനമായിരുന്നു 1992 ഡിസംബർ 6 എന്ന് പറയുന്നത്. അതോടുകൂടി ഇന്ത്യ എന്ന് പറയുന്ന ആശയം മരിച്ചു. പിന്നീട് നിലനിന്ന് എന്താണെന്ന് ആ 92-ന് ശേഷം ഉയർന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശയത്തെ മാരകമായി മുറിവേൽപ്പിച്ച ഒരു പദ്ധതിയാണ് ബാബരിയുടെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. ആ ബാബരിയുടെ രക്തസാക്ഷിത്വം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് പൊസിഷനാണ് സ്വീകരിക്കുന്നത്, എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് വളരെ പ്രധാനമായിരുന്നു. ആ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചരിത്രത്തിൽ ആ സന്ദർഭത്തിൽ സ്വീകരിച്ച പൊസിഷൻ വളരെ അർത്ഥവത്തായിരുന്നു. ഇന്നും SIO അതിനോട് സ്വീകരിക്കുന്ന പൊസിഷൻ, സമീപനം, അപ്രോച്ച് എന്ന് പറയുന്നത് ഹൻദലയുടെ അപ്രോച്ചാണ്. ഒരു സർഗാത്മകമായ പ്രതിരോധത്തിൻ്റെ ചോദ്യചിഹ്നമായി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തെരുവുകളിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പോരാട്ടത്തെ സമന്വയിപ്പിക്കുവാൻ, ഈ പോരാട്ടത്തോടുള്ള പ്രതികരണത്തെയും സമന്വയിപ്പിക്കുവാൻ SIO ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ
SIO ഈ സമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രമേയം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ പ്രമേയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീനിലെ ജനതയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്മൾ നിരന്തരമായി ദിനേന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വംശീയ പദ്ധതികളും വംശീയമായ ആക്രമണങ്ങളും ഇസ്ലാമോഫോബിക്കായ ആക്രമണങ്ങളുടെയും ഒരു ഭാഗം അതിനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ ഏറ്റവും ഒടുവിൽ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമം നമുക്കറിയാം. വഖഫ് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തെടുത്തു നോക്കിയാൽ ലോകത്തെ വലിയ മനുഷ്യക്ഷേമത്തിനു വേണ്ടി ഇസ്ലാമിക നാഗരികത ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. ദൈവപ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യക്ഷേമത്തിനു വേണ്ടി മനുഷ്യൻ തന്നെ വഖഫ് ചെയ്യുന്ന സ്ഥലമായാൽ സംവിധാനങ്ങളായി, സ്ഥാപനങ്ങളായി, അതുപോലെ തന്നെ പല കാര്യങ്ങൾ, തോട്ടങ്ങളായി, അതുപോലെ മൃഗങ്ങൾക്ക്, പക്ഷികൾക്കെല്ലാം ക്ഷേമം വരുവാൻ വേണ്ടി ഇസ്ലാമിക നാഗരികത സകാത്തിനും സദഖക്കും പുറമെ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ ഒരു സംരംഭക സംവിധാനമാണ് ഒരു വഖഫ് എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് നമുക്കതിൻ്റെ ഗുണങ്ങൾ അറിയാം. ജാമിയ മില്ലിയ മുസ്ലിങ്ങൾ മാത്രമല്ല പഠിച്ചത്, വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഹംദർദ് വഖഫുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ദക്ഷിണേന്ത്യയിൽ അലിഗഡ് എന്നറിയപ്പെടുന്ന ഫറൂഖ് കോളേജ് വഖഫാണ്. ആയിരക്കണക്കിന് ഏക്കറുകൾ വഖഫാണ്. അങ്ങനെ ജനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി ദൈവപ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ചെയ്ത ഈ എൻഡോമെൻ്റ് എന്ന് പറയുന്നത്, വഖഫ് എന്ന് പറയുന്ന സംരംഭം യഥാർത്ഥത്തിൽ മനുഷ്യക്ഷേമം ഉന്നയം വെച്ചതാണ്. പക്ഷേ ഇന്ന് അതിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. യഥാർത്ഥ സംഘപരിവാർ മാത്രമല്ല, നിങ്ങൾ കേരളത്തിൽ ഈ സംഘപരിവാർ മാത്രമല്ല ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. സംഘപരിവാർ കത്തിച്ചു വെച്ച അടുപ്പിൽ സ്വയം എരിഞ്ഞു തീരാൻ വിധിക്കപ്പെട്ട വിറകുകൾ ധാരാളമുണ്ട് കേരളത്തിൽ. കാസാദിൻ്റെ ഒരു സംവിധാനമാണ്. അതുപോലെയുള്ള മറ്റു സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ സംഘപരിവാർ വളരെ സമർത്ഥമായി കത്തിച്ചു വെച്ച അടുപ്പിൽ സ്വയം എരിഞ്ഞു തീരുന്ന വിറകുകളാണ്. തങ്ങൾ തന്നെയാണ് നശിക്കുക എന്നവർക്ക് ബോധ്യമില്ല. യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ ഈ വംശീയ പദ്ധതിക്ക് ഇന്ധനമേകുന്ന എല്ലാവരും വഖഫിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡ് ഇല്ലാതാക്കുവാൻ, വഖഫ് സംരംഭങ്ങളെ ഇല്ലാതാക്കുവാൻ, ഈ രാജ്യത്തെ ജനക്ഷേമ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യം നൂറ്റാണ്ടുകളായി സ്വീകരിച്ച അനേകം ക്ഷേമ പദ്ധതികൾ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പടതിനെതിരെ വർഗീയ വിദ്വേഷം, വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹേറ്റ് ക്യാമ്പയിനിൽ യഥാർത്ഥത്തിൽ അവിടെ ഒതുങ്ങുകയോ അതിനെ തിരിഞ്ഞു നിൽക്കുകയോ അതിനോട് കീഴടങ്ങുകയോ ചെയ്യുന്ന സമീപനമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹന്നലയുടെ സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളത് പാരായണം ചെയ്യൽ സുന്നത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നത്? അതിജീവനത്തിൻ്റെ കഥകളാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. പ്രതിസന്ധിയും പ്രയാസങ്ങളുടെയും നടുത്തരത്തിൽ ഉഴഞ്ഞു നടക്കുന്ന ഒരു ജനതക്ക് വളരെ സർഗാത്മകമായി അതിജീവിക്കാനുള്ള കഥകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. അസ്ഹാബുൽ കഹ്ഫ്, അത് മൂസാ ഖദിർ സംഭവം, ദുൽഖർനൈൻ സംഭവം, ഈ സംഭവങ്ങളെല്ലാം അതിജീവനത്തിൻ്റെ പാഠങ്ങളാണ്. അതിജീവനത്തിൻ്റെ ഒന്നാമത്തെ പാഠം എന്താണ്? അസ്ഹാബുൽ കഹ്ഫിൻ്റെ പാഠമാണ്. ആ അസ്ഹാബുൽ കഹ്ഫിൻ്റെ പാഠം എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ എന്താണ് ഒരു പ്രതിസന്ധിയിൽ അവർ സ്വീകരിച്ച നിലപാടെന്താണ്? അവർ എഴുന്നേറ്റ് നിന്നു. ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറായി. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരുടെ ഹൃദയം ഉറപ്പിച്ചു നിർത്തി. അങ്ങനെ അവർ എന്തിൻ്റെ പേരിലാണ് ഗുഹയിൽ അഭയം തേടേണ്ടി വന്നത്? ആ പ്രശ്നത്തെ വീണ്ടും അവർ ഉയർത്തി. ആ പ്രശ്നത്തെ ഉയർത്തിയെന്ന് മാത്രമല്ല, അതിനുവേണ്ടി ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാൻ അസ്ഹാബുൽ കഹ്ഫ് തയ്യാറായത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതിജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിജീവിക്കാൻ ഒരു സമൂഹം എന്ന നിലയിൽ സന്നദ്ധരാണെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ തരമില്ല, അഡ്രസ് ചെയ്യാതെ തരമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, SIOവിൻ്റെ പ്രവർത്തകരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വർഗീയവാദി, തീവ്രവാദി, ഭീകരവാദി, അതുപോലെ മതരാഷ്ട്രവാദി, എത്രയെത്ര അപരനാമങ്ങളാണ് SIOവിൻ്റെ പ്രവർത്തകർ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ക്യാമ്പസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവരഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഈ രാജ്യത്തെ ഒരു പോലീസ് സംവിധാനത്തോട്, പോലീസ് സംവിധാനത്തിൽ പുഴുക്കുത്തുകളുള്ള ഒരു സംവിധാനത്തോട് മുഖം നോക്കാതെ നെഞ്ചുപിരിച്ച് ഒരു MLA എഴുന്നേറ്റ് നിന്ന് പോരാടുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. ഈ പോരാട്ടത്തിൽ ഒന്നുമില്ലാത്ത ഉറക്കം അദ്ദേഹത്തിന് എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? വർഗീയവാദി എന്ന് അദ്ദേഹത്തെ വിളിച്ചു, മതരാഷ്ട്രവാദി എന്ന് അദ്ദേഹത്തെ വിളിച്ചു. കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഉറക്കം നഷ്ടപ്പെടുന്ന ഈ ആരോപണത്തെ നെഞ്ചുപിരിച്ചേറ്റുവാങ്ങിയ ഒരു പ്രസ്ഥാനമുണ്ട്, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്.
ഈ പ്രസ്ഥാനം നിങ്ങൾ ആലോചിച്ചു നോക്കുക. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഒരു ഇലക്ഷൻ പോസ്റ്റർ ഒട്ടിച്ചാൽ വർഗീയവാദിയും തീവ്രവാദിയുമായ വിളികൾ എത്ര അഭിമുഖീകരിച്ചിട്ടുണ്ട് ഈ ചെറുപ്പം എന്ന് പറയുന്നത്. പക്ഷേ ചെറുപ്പം കീഴടങ്ങിയിട്ടില്ല. 3 പതിറ്റാണ്ട് 4 പതിറ്റാണ്ടതിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ കേരളത്തിലെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ളയും ക്യാമ്പസുകളിൽ അത് ധൈര്യപൂർവ്വം അതിൻ്റെ പ്രതിനിധാനം നിർവഹിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഹംദലയുടെ വഴിയെ നിങ്ങൾ നടക്കുക എന്ന് പറയുന്നത്. ഹംദലയുടെ വഴി നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ സംവിധാനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വലിയ വലിയ സംവിധാനവും വിപത്തയും നിങ്ങളുടെ മുന്നോട്ട് പോക്കിന് തടസ്സവും വിഘാതവുമായി നിൽക്കുമ്പോൾ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. ഇത് കാമു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. അസ്ഹാബുൽ കഹ്ഫ് അതാണ് പറഞ്ഞത്. അസ്ഹാബുൽ കഹ്ഫ് അതാണ് പറഞ്ഞത്. അസ്ഹാബുൽ കഹ്ഫ് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുഭവജ്ഞാനത്തിന്റെ പോരാട്ടമാണ്. പതിറ്റാണ്ടുകളായി ഖാലിദ് മുഷാലും ഇസ്മായിൽ ഹനിയയും അവർ രണ്ടുപേരും, മർഹൂം ഇസ്മായിൽ ഹനിയ, അള്ളാഹു അദ്ദേഹത്തിന്റെ റഹ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, ആ ഷഹീദ് ഇസ്മായിൽ ഹനിയയും ഖാലിദ് മുഷാലും ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അബ്ദുൽ അസീസ് അസൂഫി, അബ്ദുൽ ഹമീദ് അസൂഫി എന്ന് പറയുന്ന പ്രസിദ്ധരായ 2 കാരികളുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അബ്ദുൽ ഹമീദ് സൂഫി വിട പറഞ്ഞിരിക്കുകയാണ്, മരണപ്പെട്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് അസൂഫി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖത്തറിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് 2 പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ എത്തുകയാണ്. ഒന്ന് ഖാലിദ് മുഷാലാണ്, മറ്റൊന്ന് ഇസ്മായിൽ ഹനിയയാണ്. ഇവർ രണ്ടുപേരും അവിടെ എത്തിയിട്ട് ആ പിതാവിനെ ആലിംഗനം ചെയ്യുകയാണ്. പിതാവ് അവരെ തിരിച്ച് ആലിംഗനം ചെയ്ത് അവരെ നിർത്താനെ ചുംബിക്കുകയാണ്, അവരാശ്ലേഷിക്കുകയാണ്. ഖാലിദ് മുഷാലിനോട് അദ്ദേഹം ചോദിക്കുന്നത് ഗസയിലെ വിശേഷങ്ങളാണ്. എന്തുപറ്റി, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം തൻ്റെ മകനെ മരിച്ചതിൽ ആശ്വസിപ്പിക്കാൻ വന്ന ഒരു അതിഥിയാണ് എന്ന് ആ പിതാവ് മറക്കുകയാണ്. കാരണം പിതാവിനേക്കാൾ ആ മകനേക്കാൾ അവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് എവിടെയാണ്? ഗസയിലെ പാവപ്പെട്ട ജനങ്ങളോടാണ്. തൻ്റെ വീട്ടിലേക്ക് തൻ്റെ മകൻ മരിച്ച് ആശ്വസിപ്പിക്കാൻ വന്ന അതിഥികളാണ് ഇവരെന്ന് മറന്ന് അവർക്ക് വേണ്ടി ആശ്വാസത്തിന്റെ വചനങ്ങൾ ചൊല്ലുകയാണ്. അപ്പൊ ഖാലിദ് മുഷാലി ചോദിക്കുകയാണ്, കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ ഇന്നക ലം തസ്തതിയ മഅയ സബ്റ. രണ്ടാമത്തെ അതിജീവനത്തിന്റെ കഥയാണ് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുക? കാരണം മാ ലം തുഹിത് ബിഹി ഖുബ്റ, നിങ്ങൾക്കിത് അനുഭവജ്ഞാനമില്ല, കേട്ട് പരിചയമുള്ളൂ. നിങ്ങൾക്കിത് കേട്ടും വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയ അനുഭവങ്ങളേ ഉള്ളൂ. ഞങ്ങളത് അനുഭവിച്ചവരാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് ഗസയിലെ മുൻ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയയാണ്. ഇദ്ദേഹത്തിനും ഗസയിൽ 6 വയസ്സായ കുട്ടിക്കും ഒരേ ഔന്നിത്യമുള്ള ജനതയാണ് ഗസ എന്ന് പറയുന്നത്. 100-200 ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോൾ 201-ാമത്തെ ആൾക്ക് ഭക്ഷണമില്ല, തീരുകയാണ്, റേഷൻ കഴിയുകയാണ്. അപ്പൊ പാത്രം പിടിച്ചു നിൽക്കുന്നവൻ 7 വയസ്സായ കുട്ടിയാണെങ്കിൽ ആ കുട്ടി അപ്പുറത്തുള്ള കുട്ടിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരില്ല, ചോദിക്കുകയില്ല, യാചിക്കുകയില്ല. കാരണം 7 വയസ്സായ കുട്ടിക്കും ഈ പ്രധാനമന്ത്രിക്കും ഒരേപോലെ ഔന്നിത്യമുള്ള ജനതയാണ്. 7.5 പതിറ്റാണ്ട് കാലമായി മഹാപർവത്തോട് നെഞ്ചു വിരിച്ചെതിരെടുക്കുന്ന ഞങ്ങൾ പഠിച്ചത് പോരാട്ടത്തിന്റെ പാഠങ്ങൾ മാത്രമല്ല, പോരാളികൾക്കുള്ള പാഠങ്ങൾ പകർന്നു നൽകുന്നതും ഞങ്ങളുടെ സർവകലാശാലയാണ്. ഗസ എന്ന് പറയുന്ന സർവകലാശാല ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ലോകത്തെ ഏത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തെയും, നീതിക്ക് വേണ്ടിയുള്ള ഏത് പോരാട്ടത്തെയും, അക്രമത്തിനെതിരെയുള്ള ഏത് പ്രഖ്യാപനങ്ങളോടും അവർക്ക് ധാരാളം സ്റ്റഡികൾ, ധാരാളം കോഴ്സുകൾ, ധാരാളം മെറ്റീരിയലുകൾ, ധാരാളം പ്രോസ്പെക്റ്റുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരൊറ്റ യൂണിവേഴ്സിറ്റിയെ ഈ ലോകത്തുള്ളൂ. അതാണ് ഗസ എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അനുഭവജ്ഞാനം പഠിപ്പിച്ച മനുഷ്യരാണ് അവർ പറയാൻ ഇന്നക ലം തസ്തതിയ മഅയ സബ്റ, നിങ്ങൾക്കതൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, നിങ്ങൾക്കതിൻ്റെ കുറ്റമല്ല. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം അനുഭവജ്ഞാനമില്ല, അതുകൊണ്ട് അദ്ദേഹം ചാടി ചോദിച്ചു, അതിനെതിർത്തു. അതുകൊണ്ട് അനുഭവജ്ഞാനമുള്ള ഖദിറിന്റെ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഗസയെ ഞങ്ങൾ പുനർനിർമ്മിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് 1,00,000-ലധികം മനുഷ്യ രക്തസാക്ഷികളാണ്. ഏകദേശം 1 കൊല്ലം പൂർത്തിയാവാൻ പോവുകയാണ്. അടുത്ത മാസം 7ആവുന്നതോടുകൂടി ഈ പോരാട്ട പദ്ധതിക്ക് 1 വർഷം പൂർത്തിയാവുകയാണ്. 1,00,000 രക്തസാക്ഷികളിൽ 35,000-ഓളം 7 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ആ ജനത എന്തിനാണ് ഇങ്ങനെ പോരാടുന്നത് ചോദിച്ചാൽ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. ഖാലിദ് മുഷാലി പറയാൻ, ഒരു ബേജാറും നിങ്ങളാവേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വിഭവങ്ങൾക്ക് ഗിഫ്റ്റിന് വില കൊടുക്കണം. അള്ളാഹു ഒരു സമ്മാനം ഇങ്ങോട്ട് തരണമെങ്കിൽ
അങ്ങോട്ട് സമ്മാനം കൊടുക്കണം, അപ്പോഴേ പകരം സമ്മാനം തരൂ. ഇത് അള്ളാഹുവിൻ്റെ അഗ്രിമെന്റ് ആണ്. അല്ല നൽകുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അലാഹിയൽ ജന്ന, സ്വർഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് 10-35,000 കുട്ടികൾ എന്ന് പറയുന്നത്. 6-7 വയസ്സായ കുട്ടികൾ. പ്രിയപ്പെട്ടവരെ, അവർ നിരത്തി രക്തസാക്ഷികളായി കിടക്കുമ്പോൾ അവിടുത്തെ പിതാക്കന്മാരുടെ മാതാക്കളുടെ ഹൃദയം പൊട്ടിമരിക്കേണ്ടതാണ് അവർ. പക്ഷെ അത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു ജനതയെ ലോകത്ത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അനുഭവജ്ഞാനങ്ങളുടെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കേരളത്തിലെയും ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തെയും വ്യത്യസ്തമായ സംഭവ വികാസങ്ങളെ എങ്ങനെയാണ് ഒരു മുസ്ലിം അഭിമുഖീകരിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഒരു ആദർശ തലത്തിൽ നിന്ന് അതിനെ അഭിമുഖീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. ഈ ആദർശം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ആദർശമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. ഈ ആദർശം മുസ്ലിം ഏതെങ്കിലും മനുഷ്യരുടെ മാത്രമല്ല, ഇവിടുത്തെ പക്ഷിലതാദികളുടെ, മൃഗങ്ങളുടെ, അതുപോലെ തന്നെ സൂക്ഷ്മജീവികളുടെ, മഹാഗോളങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം ഒരു ആദർശ വ്യവസ്ഥയാണ്, ഒരു ജീവിത വ്യവസ്ഥയാണ്. അതിന് ആദർശമുണ്ട്, പ്രായോഗിക പദ്ധതികളുമുണ്ട്. തത്വങ്ങളല്ല ഇസ്ലാം, അതിന് പ്രായോഗിക പദ്ധതികളുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് അഖീദയും ശരീഅത്തുമുണ്ട്. ഈ അഖീദയും ശരീഅത്തും എന്ന് പറഞ്ഞത് നമുക്ക് വലിയ ബൃഹത്തായ ഒരു പദ്ധതി പരിചയപ്പെടുത്തുകയാണ്. ആ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിലനിൽക്കുന്ന സമൂഹത്തിലെ ഓരോ അവസ്ഥയോടും ഓരോ സംവിധാനങ്ങളോടും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കേണ്ട രീതി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ആദർശ തലത്തിൽ നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് വംശീയ ഫാസിസ്റ്റുകൾക്ക് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിദ്വേഷമുണ്ടായതിൻ്റെ ഒന്നാമത്തെ കാരണം ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ആദർശ തലമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇതൊരു ആദർശ തലമാണ്. മനുഷ്യന് വിഭജനങ്ങളില്ലാത്ത, മനുഷ്യന് വംശീയതയുടെയോ വർഗീയതയുടെയോ വർണ്ണത്തിൻ്റെയോ ഒരു തലങ്ങളും ചേർത്താത്ത മനുഷ്യനെന്ന ഏകകത്തെ ലോകത്ത് ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ ദർശനമേ ലോകത്തുള്ളൂ. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ബാക്കിയുള്ള എല്ലാ ദർശനങ്ങളും മനുഷ്യനെ പാർശ്വലായിട്ടാണ് അഭിമുഖീകരിച്ചത്. കാർൽ മാർക്സ് പറഞ്ഞത് മനുഷ്യരെ എന്നല്ല, സർവ്വരാജ്യ തൊഴിലാളികളെ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആഡം സ്മിത്ത് പറഞ്ഞത് ക്യാപിറ്റൽ ഉള്ളവരെയാണ്, മൂലധനമുള്ളവരെയാണ്. അതുപോലെ തന്നെ ലോകത്ത് അഭിമുഖീകരിച്ച എല്ലാവരും മനുഷ്യനെ വേർതിരിച്ച് അഭിമുഖീകരിച്ചപ്പോൾ യാ അയ്യുഹന്നാസ്, അത് ലോകത്തിൻ്റെ പുതിയൊരു മുദ്രാവാക്യമാണ്. എവിടെ നിന്നാണ് ഇത് റസൂലുള്ളാഹി പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. സ്വന്തം ഗോത്രത്തിലുള്ളവരെ മാത്രം മനുഷ്യരായി പരിഗണിക്കുന്ന ഒരു കാലഘട്ടം. മറ്റുള്ള ഗോത്രത്തിന് ഒരു മനുഷ്യാവകാശമില്ല. അവരുടെ രക്തം ചിന്തുന്നതിന് ഇവർക്ക് യാതൊരു തടസ്സവുമില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ ഒരടയാളങ്ങളും ബാക്കിയാവാത്ത ആ നാഗരികതയുടെ നടുത്തളത്തിലിറങ്ങി പ്രവാചകൻ വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു എന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ലോകത്തലയടിച്ചു. ലോകം ഇതിനോട് എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൽ വംശീയതയുടെ ഒരു എലമെന്റുമില്ല എന്നതാണ്, ഒരു ഘടകവുമില്ല എന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി ബിലാലിനെ ചേർത്ത് പിടിച്ചത്, സൽമാനുൽ ഫാരിസിയെ ചേർത്ത് പിടിച്ചത്, അബ്ബാബിനെയും ഖബ്ബാബിനെയും ചേർത്ത് പിടിച്ചത്, അതുപോലെ തന്നെ ധാരാളം സഹാബികളെ ചേർത്ത് പിടിച്ചത് നമുക്കറിയാം. അങ്ങനെ ചേർത്ത് പിടിച്ച് അവരെ എല്ലാം ഒരു ഏകകത്തിലേക്ക് ചേർത്ത് നിർത്താൻ പ്രവാചകനെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യമാണ് ഇവിടുത്തെ വംശീയ ശക്തികൾക്ക് ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്. കാരണം RSSന്റെ മേധാവി ഈ അടുത്ത് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, ജാതി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അനിവാര്യമായ ഘടകമാണ്. അതിനെ തകർക്കരുത്, അതിനെ ചോദ്യം ചെയ്യരുത്, അത് നിലനിൽക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് നിലനിർത്താൻ പരിശ്രമിക്കുക? കാരണം മനുഷ്യനെ തൊഴിലുകളുടെയോ മറ്റ് ജന്മത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു ഘടകവും ദൈവിക വ്യവസ്ഥക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ ചാണകത്തിന്റെ ഗന്ധം വേറി കിടന്നിരുന്ന ഒരു മനുഷ്യനെ കഅബയുടെ മുകളിലേക്ക് കയറ്റാൻ പ്രവാചകൻ സന്നദ്ധരായത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അപ്പം മനുഷ്യനെ വേർതിരിക്കുന്ന
വിദ്വേഷം നടത്തുന്ന, വംശീയത പ്രചരിപ്പിക്കുന്ന ഒരാശയത്തോട് അടിസ്ഥാനപരമായി ഇസ്ലാമിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ മേന്മ, ഈ ഗുണം, ഈ സവിശേഷത മറ്റാരെക്കാളും കൂടുതൽ മനസ്സിലാക്കിയത് അതിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെങ്കിലും തകർക്കണം, ഇല്ലാതെയാക്കണം, അതിനെ കുഴിച്ചു മൂടണം എന്ന പദ്ധതിയുമായി ലോകാടിസ്ഥാനത്തിൽ നടത്തിയ വലിയ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളുടെ തുടർച്ചയാണ്, അതിൻ്റെ ഒരു കൊട്ടേഷൻ വർക്ക് മാത്രമാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യത്ത് ഇസ്ലാമോഫോബിയ അവർ പരത്തുന്നത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയാണ്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം അവർ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിനെ കുഴിച്ചുകൂടാനാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യ വിഭക്തയോട് ആദർശപരമായി അഭിമുഖീകരിക്കുന്ന പ്രസ്ഥാനമാണ്, ആശയമാണ്, വിഭക്തിയാണ്. അതിനൊരിക്കലും അവർ അംഗീകരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ഹിന്ദു സമൂഹത്തിലെ, അതുപോലെ ഹൈന്ദവ മതത്തിൽ, അതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധവും അപരവിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വിദ്വേഷത്തിൻ്റെ മൂലധനം ലാഭമാക്കി അതിൽ സിംഹാസനം പടുത്തുയർത്താനുള്ള പരിശ്രമങ്ങൾ സംഘപരിവാർ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഏകദേശം ഒരു നൂറ്റാണ്ട് പൂർത്തിയാവാൻ പോവുകയാണ്. അവരുടെ സ്വപ്ന പദ്ധതി അത് കുറച്ച് നീളുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ആ സ്വപ്ന പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്? സ്വപ്ന പദ്ധതി മനുഷ്യനെ വർഗീകരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ്, മനുഷ്യനെ വേർതിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ്. ഈ സ്വപ്ന പദ്ധതിയോട് സന്ധിയില്ലാതെ കലഹിക്കുന്ന ഒരു ആദർശം മാത്രമാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അസ്തിത്വത്തെ, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനെ, ഇസ്ലാമിൻ്റെ ഉയർച്ചയെ, ഇസ്ലാമിൻ്റെ വളർച്ചയെ എന്നും അവർ ഭീഷണിയായി കാണുകയാണ്. അതുകൊണ്ട് ഭീഷണിയായി കാണുമ്പോൾ ഈ ആദർശത്തോട് മുഖാമുഖം നിന്ന് അഭിമുഖീകരിക്കാനുള്ള കഴിവും യോഗ്യതയും നഷ്ടപ്പെടുമ്പോൾ പിന്നെ അതിനെ വിദ്വേഷത്തിൽ, വംശീയതയിൽ, അതുപോലെ തന്നെ നിയമത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഹിംസാത്മകമായ സമീപനത്തിലൂടെ അതിനെ അപരവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട്. കാരണം അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വളരെ അനിവാര്യമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, NRC ഇംപ്ലിമെൻ്റ് ചെയ്ത് 10-29 മനുഷ്യരെ തടങ്കൽ പാളയത്തിലേക്ക് സർക്കാർ കടത്തിവിട്ടിരിക്കുകയാണ്. ആസാമിൽ നമുക്കറിയാവുന്നതാണ്. അവർ NRC CAA ബില്ലുകൾ അത് നിയമമായി വന്ന് അത് നടപ്പിലാക്കി 29 മനുഷ്യരെ സ്വന്തം ജന്മഗ്രഹത്തിൽ നിന്ന് പറിച്ചു നട്ട് മറ്റൊരു തടങ്കൽ പാളയത്തിലേക്ക് അവരെ വിദേശികളെന്ന് മുദ്രകുത്തി മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ മുതൽ, അതുപോലെ NRC നിയമം, അതുപോലെ തന്നെ നമുക്കറിയാം പോലീസ് സംവിധാനത്തിന് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള സ്വാധീനം പതിയെ എടുത്തു കളയുന്ന നിയമനിർമ്മാണങ്ങൾ, ഇതെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ വിവാദങ്ങളിൽ കത്തി നിൽക്കുന്ന കേരളത്തിന് അത് പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ മുമ്പേ SIO പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സോളിഡാരിറ്റി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക പ്രസ്ഥാനം വളരെ നേരത്തെ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ പോലീസ് സംവിധാനങ്ങൾ, കേരളത്തിലെ ഉദ്യോഗ സംവിധാനങ്ങൾ, കേരളത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ, ഇതിൽ വലിയൊരു ഭാഗം RSSന് കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന ഭാഗമാണ് എന്ന് വളരെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അതിപ്പോൾ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ ഈ ടോർച്ച് അടി തുടങ്ങിയപ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് വന്ന് നിൽക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, കേരളത്തിലെ ഭരിക്കുന്ന സ്ഥിരാകേന്ദ്രങ്ങളിലാണ്. അവർ കമാന്നൊരക്ഷരം പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥം നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരാഴ്ച ഇല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ പത്രസമ്മേളനം വിളിച്ച് കേരളത്തിൻ്റെ ഭരണാധിപന്മാർ ഇവിടെ യഥാർത്ഥത്തിൽ തീവ്രവാദിയും വർഗീയവാദിയുമാക്കി ഈ വിവാദമുയർത്തിയ MLAയും അതിന് സപ്പോർട്ട് ചെയ്ത MLAയും അതിൻ്റെ കൂടെ നിന്ന ആളുകളെയും ചിത്രീകരിക്കുമെന്നത് യാതൊരു തർക്കവുമില്ല. അതിവിടെ നടക്കാൻ പോവുകയാണ്. ആ നടക്കാൻ പോകുന്നതിൻ്റെ തിരക്കഥയുടെ 1-2 ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിവാദത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വർഗീയവാദി, മതരാഷ്ട്രവാദി, ഭീകരവാദി എന്ന പേരുച്ചരിച്ചുകൊണ്ട് ആ വിവാദത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. അവ യഥാർത്ഥത്തിൽ പോലീസ് സംവിധാനം മാത്രമല്ല ഇവിടുത്തെ മറ്റു മിക്ക സംവിധാനങ്ങളിലും സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അതിന് നമ്മൾ കൊടുത്ത വിലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. തൃശ്ശൂരിൽ സംഘപരിവാറിന് മേൽക്കൈ ഉണ്ടായത്, അവർക്ക് ആധിപത്യം നേടിയത്, എന്തൊക്കെ ഘടകങ്ങളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സത്യസന്ധമായി അന്വേഷിച്ചാൽ ഇവിടുത്തെ ഭരിക്കുന്നവരുടെ ഓഫീസും ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ളവരും
അതിൻ്റെ കൂടെ റാൻമൂളികളായ സംവിധാനങ്ങളും എല്ലാം ഏർപ്പെട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഫലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അത് കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് UP പോലെ ഉള്ള സംസ്ഥാനങ്ങളെല്ലാം സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ അജണ്ടകളെ നിവർന്നു നിന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായപ്പോൾ കേരളത്തിലെ ഉത്ബുദ്ധരെന്ന് പ്രബുദ്ധരെന്ന് മേനി നടിക്കുന്ന ആളുകൾ സംഘപരിവാറിൻ്റെ വിഷലിപ്തമായ അജണ്ടകൾക്ക് കീഴൊതുങ്ങിയ ചരിത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിനെ കൂടുതൽ ആ സംഘപരിവാറിൻ്റെ പാളയത്തിലേക്ക് കേരളത്തിലെ മനുഷ്യ മനസ്സുകളെ അടുപ്പിച്ചു കൊടുക്കുന്ന ഒരു എഗ്രിമെൻ്റാണ്, ഒരു കോൺട്രാക്റ്റ് വർക്കാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും. ഏറ്റവും സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടുത്തെ ഭരിക്കുന്ന സംവിധാനത്തിൻ്റെ, ഇവിടുത്തെ ഭരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ, ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരുത്തണം. തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ മാത്രമല്ല അത് ബാധിക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല അത് ബാധിക്കുക, കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല. കേരളം ഇന്നേ വരെ കാത്തു സൂക്ഷിച്ച ഒരു മതിൽക്കെട്ടുണ്ട്. അതിന് ആഴത്തിൽ വിള്ളലേൽപ്പിക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന, മാരകമായി അതിനെ തകർത്തെറിയുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്. അതിനെന്ത് വില കൊടുത്തും ചെറുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനവും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും എന്ത് വില കൊടുത്തും ഈ സംവിധാനത്തെ, ഈ പദ്ധതിയെ, ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഈ പദ്ധതിയെ, അതിന് കാവൽ നിൽക്കുന്ന എല്ലാ സംവിധാനത്തെയും തുറന്നെറിഞ്ഞിരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു മനുഷ്യരുടെ സ്വകാര്യ താല്പര്യങ്ങൾ ഹനിക്കുന്ന മാത്രം പ്രക്രിയ അല്ല. കേരളത്തെ വിഷലിപ്തമായ ഒരു അജണ്ടയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവണതയുടെ ഇനിയും ചുരുളറിയാത്ത കഥകളുടെ ഒരു വാലും തുമ്പും മാത്രമാണ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്നത്. ഇനിയും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മളെല്ലാം കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ ഞെട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് മുമ്പേ ബുദ്ധിയും വിവേകമുള്ളവർ ആളുകൾ പലതവണ ഇത് പറഞ്ഞതാണ്. ഇത് ശരിയല്ല. ഈ പോക്ക് അപകടത്തിലേക്കാണ്. കേരളത്തിൻ്റെ പോലീസിൻ്റെ നിയന്ത്രണം RSSനാണെന്ന് പറയുമ്പോൾ അവരെ മതരാഷ്ട്രവാദികളാക്കിയവർ, അവരെ വർഗീയവാദികളാക്കിയവർ, അവരെ ഭീകരവാദികളാക്കിയവർ ഇന്ന് ഭീകരവാദത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും മുദ്രാവാക്യങ്ങൾ പരസ്പരം ചാർത്തിക്കൊടുത്ത് മത്സരിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ്. ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്, കാലത്തിൻ്റെ ഒരു കണക്ക് ചോദിക്കലാണ്. കാരണം കാലം അങ്ങനെ കണക്ക് ചോദിക്കാതെ മാഞ്ഞു പോവില്ല എന്ന ചരിത്രം, കാലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് വിഷലിപ്തമായ അജണ്ടയെ കേരളത്തിലും ഇന്ത്യയിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വംശീയ പദ്ധതികളോട് ഹംദലയുടെ പൊസിഷൻ സ്വീകരിക്കാൻ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദിവസങ്ങളായി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അനീതിയോട് സന്ധിയില്ലാതെ സമരം ചെയ്യണം, വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യണം. അത് പ്രവാചകന്റെ വഴിയാണ്. പ്രവാചകനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണല്ലോ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടത് പ്രവാചകന്റെ അധ്യാപനങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ ദിശാ വെളിച്ചം നൽകുന്ന, വലിയ വെളിച്ചവും തെളിച്ചവും നൽകുന്ന, ഉൾക്കാഴ്ച നൽകുന്ന അധ്യാപനങ്ങളാണ്. ഈ അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അനീതി ചെയ്യുന്ന ഭരണാധികാരിയുടെ മുന്നിൽ നീതി വിളിച്ചു പറയൽ ഏറ്റവും വലിയ ധർമ്മസമരമാണെന്ന് പ്രവാചക തിരുമേനി പറയുകയാണ്. മഹാനായ നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പേർഷ്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന ചരിത്ര സന്ദർഭം നമ്മൾ വായിച്ചതാണ്. അദ്ദേഹത്തെ റുസ്തം തടഞ്ഞു നിർത്തുന്നുണ്ട്. സേനാനായകൻ ഈ കാട്ടറബിയെ ആരാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ കാട്ടറബിയാണ്, ഞങ്ങളും കാട്ടറബികളാണ്. വിശന്നു വലഞ്ഞാൽ പ്രാണികളെ ഭക്ഷിച്ചിരുന്നൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കതുപോലെ തന്നെ ഞങ്ങൾക്ക് മദ്യത്തിന് ആവശ്യം വന്നാൽ മുന്നിലൂടെ പോകുന്ന ആളുകളെ കൊള്ളയടിച്ച് അവരുടെ പണം സ്വരൂപിക്കുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു നബി വന്നു, നിരാശ ബാധിച്ച് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് കരുതി നിൽക്കുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ പുതുനാമ്പുകളുമായി ഞങ്ങളടുത്തേക്ക് പ്രവാചകൻ വന്നു. ആ പ്രവാചകനാണ് സർവായുധ സജ്ജനായ വേഷഭൂഷാദികളോടെ നിലകൊള്ളുന്ന സർവസന്നാഹങ്ങളുടെ നടുത്തളത്തിലിറങ്ങി നിൽക്കുന്ന നിന്റെ മുന്നിൽ ചെരുപ്പിടാതെ പിന്നിക്കീറിയ വസ്ത്രവുമായി പൊട്ടിയ വാളുമായി കാട്ടറബിയായ നബി ഇബ്നു ആമിറിന് വന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചത് ആ പ്രവാചകനാണ്. അതുകൊണ്ട് അനീതിയുടെ കോട്ടകൊത്തളങ്ങളെ അതിനോട് അഭിമുഖീകരിക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ഞങ്ങൾക്ക് നൽകിയത് പ്രവാചക തിരുമേനിയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അനീതിക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിന് ആഹ്വാനം ചെയ്ത നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആ ആഹ്വാനങ്ങളെ ചെവിക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി, പിറന്ന നാടിൻ്റെ മോചനത്തിനു വേണ്ടി ഫലസ്തീനിലെ ജനത ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ ജനത അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, മാവും മണ്ണും കുഴച്ച് ചൂടാക്കി ഭക്ഷിക്കുകയാണ്. അവർക്ക് ഭക്ഷണം യഥാർത്ഥത്തിൽ തികയുന്നില്ല. 1 ലിറ്റർ വെള്ളമാണ് ശരാശരി ഒരു കുടുംബത്തിന് റേഷനായി ലഭിക്കുന്നത്. 1 ലിറ്റർ വെള്ളമാണ്. 5 ലിറ്റർ വെള്ളമാണ് ഒരാഴ്ച ഒരു കുടുംബത്തിന് ലഭിക്കുന്നത്. ഒരു നേരം വുളുവെടുക്കാൻ, ഒരു നേരം മുഖം കഴുകാൻ 5 ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊരു കുടുംബത്തിന് ഒരാഴ്ച റേഷനായി ലഭിക്കുന്ന വെള്ളമാണ്. വെള്ളം കുളിക്കാൻ വെള്ളമില്ല, തലമുടി കഴുകാൻ വെള്ളമില്ല. 10,000-കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. കാരണം 11 മാസമായിട്ട് കുളിക്കാൻ വെള്ളം സപ്ലൈ ചെയ്യുന്നില്ല. അപ്പുറത്തുള്ള ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തലമുടി പരിപാലിക്കാൻ കഴിയാത്ത 10,000-കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാതെ, നെട്ടലിൽ നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാതെ വിശപ്പിൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന, പട്ടിണി കാരണം മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വിശുദ്ധ റമദാനിന് ശേഷം റമദാൻ തന്നെ തുടർത്തിക്കൊണ്ടുപോകുന്ന 6-7 മാസമായി റമദാനിന് നോമ്പ് പോലെ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ചെറുപ്പക്കാർ ഗസയിലുണ്ട്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തിനെ പണയപ്പെടുത്താൻ, അവരുടെ നിശ്ചയദാർഢ്യത്തെ ചോദ്യം ചെയ്യാൻ, അവരുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ അയൺ ഡോമിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ F-16 സാധിച്ചിട്ടില്ല, അപ്പാഷയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ കാസിം എന്ന് പറയുന്ന സഹോദരൻ 21 വയസ്സുകാരനായ ആൾ ഹനിയ കുടുംബത്തിലെ രക്തസാക്ഷിയാണ്. ഹനിയ കുടുംബത്തിന് 65 പേർ രക്തസാക്ഷികളായിട്ടുണ്ട് ഈ പോരാട്ടത്തിൽ. 21 വയസ്സുകാരനായ കാസിമിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് സ്വന്തം ഉമ്മയാണ്. അങ്ങനെ ഉമ്മ കബറിൽ കൊണ്ടുപോയി ആ മകൻ്റെ മയ്യത്ത് മറമാടി അവരുടെ സഹായികളും അവരും മിന്നാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ടിട്ട് ആകാശത്തെ കയ്യുയർത്തിയ ഉമ്മ പറയുന്ന ഒരു വാചകമുണ്ട്, അന ഉമ്മു ഷഹീർ വ അന സൗജത്തു ഷഹീർ. ഞാനൊരു രക്തസാക്ഷിയുടെ ഉമ്മയാണ്, ഞാനൊരു രക്തസാക്ഷിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, അല്ലാഹുവേ നിനക്ക് നന്ദി, നിനക്ക് നന്ദി, നിനക്ക് സർവസ്തുതിയും എന്ന് പറയുകയാണ് ആ ഉമ്മ ചെയ്യുന്നത്. അങ്ങനെ എത്ര മനുഷ്യർ പ്രിയപ്പെട്ടവരെ, സ്വന്തം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 പേർ വിരിച്ചു പോകുകയാണ്. മക്കളും പേരക്കുട്ടികളും ഒന്നിച്ച് രക്തസാക്ഷികളാകുമ്പോൾ കരയാതെ പിടിച്ചു നിൽക്കുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹോസ്പിറ്റലിൽ ഗസയിലെ പരിക്കേറ്റ ആളുകളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്, ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലിലേക്ക് അവരെ സന്ദർശിക്കാൻ വരുമ്പോൾ മക്കൾ മരിച്ച വിവരം കിട്ടുകയാണ്. അപ്പോൾ 2 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു കരുണ ചെയ്തു കൊടുക്കട്ടെ. 35,000 ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് അവിടെ. അതിനേക്കാൾ വിലപ്പെട്ടതല്ല എനിക്ക് സ്വന്തം മക്കളെന്ന് പറഞ്ഞ് ആ രക്തസാക്ഷിത്വത്തെ സ്വീകരിക്കുന്ന ധീരനായ രക്തസാക്ഷി ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തിത്വം. അതുപോലെ തന്നെ മറിയം എന്ന് പറയുന്ന വടക്കൻ ഗസയിലെ 7 വയസ്സുകാരിയായ കുട്ടി. ആ കുട്ടിയോട് പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്. അവരതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് പെരുന്നാളിന് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. എൻ്റെ ഉപ്പ മരിച്ചു, ഭക്ഷണം കൊണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ എൻ്റെ ഉപ്പയില്ല. അതുപോലെ എൻ്റെ ഉമ്മയും രക്തസാക്ഷിയാണ്, എനിക്ക് പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേറെ ആരുമില്ല വീട്ടിൽ. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ കൂടെ കളിക്കേണ്ട 2 സഹോദരന്മാരും രക്തസാക്ഷികളാണ്. ഞാൻ ഏകയായി അഭയാർത്ഥി ക്യാമ്പിൽ നിൽക്കുകയാണ്. മോളെ, നീ ഈ ദുഃഖം മറക്കാൻ, ഈ ദുഃഖത്തിൻ്റെ ആഴം, സങ്കടത്തിൻ്റെ ആഴം മറന്നു കളയാൻ, അത് ഇല്ലായ്മ ചെയ്യാൻ നീ എന്താണ് ചെയ്യാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ 7 വയസ്സുകാരിയായ മറിയം എന്ന് പറയുന്ന ഗസ നിവാസി പറയുന്നത്, എല്ലാ 6 ദിവസം കൂടുമ്പോഴും ഞാൻ ഖുർആൻ ഖത്തം ചെയ്തു തീർക്കുമെന്നാണ്. അങ്ങനെ എൻ്റെ വിഷമം ഞാൻ മറക്കും, ദുരിതം ഞാൻ മറക്കുമെന്നാണ്. ഏത് പ്രതിസന്ധിയിലും ഖുർആനെ കൈവിടാതെ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ആത്മാഭിമാനത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ഇസ്സത്തിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്. റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ.
അള്ളയാണ്, ഇസ്ലാമാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് 1,00,000-ലധികം മനുഷ്യർ അവിടെ രക്തസാക്ഷികളായിട്ടുള്ളത്. പിറന്ന മണ്ണിൽ നിന്ന് അവരൊരിക്കലും ഒഴിഞ്ഞു പോകാൻ തയ്യാറാവാത്തത്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഗസയിൽ ഇസ്മായിൽ ഹനിയുടെ രക്തസാക്ഷിത്വം ഉണ്ടായപ്പോൾ അതിനെ ഉയർത്തിപ്പിടിച്ച് അനുശോചനം രേഖപ്പെടുത്താൻ ഒരുമിച്ച് കൂടിയ ഗസയിലെ ചെറുപ്പക്കാർ ഉയർത്തിയൊരു ബാനറുണ്ട്. ആ ബാനറിലെ വാചകം ഇങ്ങനെയാണ്: ഞങ്ങളെല്ലാവരും ഷഹാദത്ത് പദ്ധതിയിലെ അംഗങ്ങളാണ്. ഞങ്ങളെല്ലാവരും ഷഹാദത്ത് പദ്ധതിയിലെ അംഗങ്ങളാണ്. ഇതൊരു പ്രൊജക്റ്റാണ്. ഞങ്ങൾ രക്തസാക്ഷികളാവുമെന്ന് ഏറ്റെടുത്തൊരു പ്രൊജക്റ്റാണ്. അല്ലാതെ ഞങ്ങൾക്ക് പിന്മടക്കമില്ല. ഖലീൽ അബൂ യഹ്യ പറയുന്നത്, 1 ഇഞ്ച് 1 അടി ഞങ്ങളൊരിക്കലും പിൻവാങ്ങുകയില്ല. ഖുദ്സിൻ്റെ മോചനം ഞങ്ങളുടെ സ്വപ്നമാണ്. അത് നിറവേറ്റാൻ ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടല്ലാതെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന മനുഷ്യർ, ആ ജനത എന്തിനു വേണ്ടിയാണ് ത്യാഗം സഹിക്കുന്നത് ചോദിച്ചാൽ, മസ്ജിദുൽ അഖ്സയുടെ മോചനം, പിറന്ന നാടിൻ്റെ മോചനം, അതുപോലെ തന്നെ ലോകം കെട്ടിപ്പൊക്കിയ ഒരു വംശീയ മേധാവിത്വത്തിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ടയോട് സന്ധിയില്ലാതെ കലഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പായിരുന്നു തൂഫാൻ അഖ്സ എന്ന് പറയുന്നത്. അത് ലോകത്തിൻ്റെ ആഖ്യാനങ്ങളെ മാറ്റിയെഴുതി, ലോകത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും അത് മാറ്റിയെഴുതി, ലോകത്ത് രൂപപ്പെട്ട ഫ്രെയിം വർക്കുകളെ അത് ഇടിച്ചു നിരത്തി. അങ്ങനെ ലോകത്ത് അതിജീവനത്തിൻ്റെ പുതിയ കഥകളുമായി തൂഫാൻ അഖ്സ വന്നിറങ്ങിയപ്പോൾ ലോകം ഞെട്ടിത്തരിക്കുകയാണ്. ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, 1,00,000-ഓളം മനുഷ്യർ രക്തസാക്ഷികളായ ഫലസ്തീനിലെ സങ്കടക്കഥകൾ മാത്രമല്ല, മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ അപജയങ്ങളും ഇസ്രായേലിൻ്റെ നിരാശകളും പ്രതീക്ഷയില്ലായ്മയുടെ രാഷ്ട്രീയവും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അവർക്ക് എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചതാണ് ഈ പോരാട്ട പദ്ധതി എന്നും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. എല്ലാ പ്രതിസന്ധികളെയും അലിയിച്ചു കളയുന്ന റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം സൃഷ്ടിച്ച് റബ്ബിൻ്റെ കലാമ് മനഃപ്പാടമാക്കുവാൻ വേണ്ടി യുദ്ധത്തിനിടയിലും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത, ആ ജനതയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിശ്ചയദാർഢ്യം കൈമുതലായാൽ മാത്രമാണ് ക്യാമ്പസുകളിൽ നിങ്ങൾ ഏറ്റുമുട്ടുന്ന, നിങ്ങൾ പോരാടുന്ന നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങളും പോരാട്ട പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഏതുതരം പ്രവർത്തനങ്ങളായാലും നിങ്ങൾ അപരവൽക്കരിക്കാൻ കാത്തു നിൽക്കുന്ന 4-5 ദിക്കുകളിൽ നിന്ന് പല പേരുകളിൽ നിങ്ങളെ മാറ്റി നിർത്താൻ സന്നദ്ധരായി നിൽക്കുന്ന ഇവിടുത്തെ സംവിധാനങ്ങളുണ്ട്, ഇവിടുത്തെ അധികാര വ്യവസ്ഥകളുണ്ട്, വംശീയ മേധാവിത്വ സംവിധാനങ്ങളുണ്ട്, ഹിന്ദുത്വ വംശീയ ശക്തികളുണ്ട്. ഈ എല്ലാ ശക്തികളോടും സന്ധിയില്ലാതെ നെഞ്ചു വിരിച്ച് തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ തൻ്റെ ഇടം നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു സർവകലാശാല ലോകത്ത് ഇന്ന് ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അതാണ് ഗസയിലെ പോരാട്ടവേദി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പോരാട്ട ഭൂമിയെ നമ്മൾ ഏറ്റെടുക്കുക. അത് ലോകത്ത് അതിജീവനത്തിൻ്റെ എമ്പാടും കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറുഭാഗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനത എന്ന നിലയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ വിവാദങ്ങളും വംശീയവൽക്കരിച്ചുകൊണ്ട് അത് ഇല്ലാതെ ചെയ്യുകയും അത് പരിഹരിക്കാതിരിക്കുകയും അതിൻ്റെ ഇരകളായ മനുഷ്യരെ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചുവെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ, ആസാമിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ഈ ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം 10-30ഓളം ആളുകൾ തല്ലിക്കൊല ചെയ്യപ്പെടുകയാണ്. അതിരൂക്ഷമായ രീതിയിൽ മർദ്ദനത്തിന് വിധേയമായി അവർ കൊല ചെയ്യപ്പെടുകയാണ്. ഈ ഭരണം അധികാരത്തിൽ വന്നത്, ഈ ഭരണകൂടം അധികാരമേറ്റെടുത്തതിന് ശേഷം വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ 30 മനുഷ്യർ അതിഭീകരമായ അവസ്ഥയിൽ കൊല ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ അനീതി നിറഞ്ഞാടുന്ന ഒരു ലോകത്ത്, അക്രമം വ്യവസ്ഥാപിതമാകുന്ന ലോകത്ത്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനീതിയും അക്രമവും അധർമ്മവും നിറഞ്ഞാടുന്ന ഒരു ലോകത്ത് വിദ്യാർത്ഥിത്വത്തിൻ്റെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. ആ മൂർച്ചയുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ത്രിവർണ്ണ പതാകയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്യാമ്പസുകൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ, നിങ്ങൾക്ക് നേരിടുന്ന ടാഗ് ലൈനുകൾ, നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളെയും റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന മുദ്രാവാക്യം ഉയർത്തി അതിജീവിക്കാനുള്ള പാഠങ്ങൾ പഠിച്ച് അതിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷി ആർജിച്ചെടുത്ത് നിങ്ങൾ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം. അതിനുള്ള ധൈര്യവും ധീരതയും തൻ്റെ ഇടവും അതിനുള്ള നിർണായകമായ സ്റ്റാൻഡ് കൈവരിക്കാനുള്ള സന്നദ്ധതയും നിങ്ങൾക്ക് നൽകുന്ന പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ്
ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം നിങ്ങളെ പോരാട്ടത്തിൻ്റെ ഏറ്റവും സർഗാത്മകമായ സമന്വയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഹംദലയെക്കുറിച്ചും ബാബരിയെക്കുറിച്ചും മുഹമ്മദ് അഖിലാഖിനെ കുറിച്ചും അതുപോലെ തന്നെ ഹാഫിൽ ജുനൈദിനെ കുറിച്ചും ബിൽഗീസ് ബാനുവിനെ കുറിച്ചും തുടങ്ങിയ രോഹിത് മമുലയെ കുറിച്ചുമെല്ലാം ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ, അനീതിയുടെ കഥകൾ ഒരിക്കലും, അക്രമത്തിൻ്റെ കഥകൾ ഒരിക്കലും മറവിക്ക് വിട്ടുകൊടുക്കരുത്. അത് അനീതിയുടെ വിജയമാണ്, അത് അക്രമത്തിൻ്റെ വിജയമാണ്, അത് വംശീയതയുടെ വിജയമാണ്. അതിനെതിർക്കേണ്ട ബാധ്യത വിശ്വാസികളുടെ ബാധ്യതയാണ്. നമുക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ ആരാണ് സന്നദ്ധരായവർ എന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രവാചക തിരുമേനിയുടെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകിയവനാണ് സിദ്ദീഖുൽ അക്ബർ. നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. ചങ്കില ദാഹിച്ചു വലഞ്ഞിട്ടും ഒരു തുള്ളി വെള്ളം ഇറക്കിയാൽ ചങ്കില ദാഹം ശമിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും തൻ്റെ കൂടെ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം ഇറക്കുന്നില്ല സിദ്ദീഖുൽ അക്ബർ. എന്തുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ വെള്ളം ഇറക്കാത്തത്? സിദ്ദീഖ്, നിന്റെ അടുത്ത് വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നബിയെ എന്ന് പറയാൻ സിദ്ദീഖിന് ലജ്ജയാണ്. അതുകൊണ്ട് നബിക്കില്ലാത്ത വെള്ളം സിദ്ദീഖിന് വേണ്ട എന്ന് പറയുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കഅബയിൽ പരസ്യ പ്രബോധനത്തെ ആഹ്വാനം ചെയ്തപ്പോൾ ഈ മുദ്രാവാക്യം, തൗഹീദിന്റെ മുദ്രാവാക്യം മുഴക്കുകയാണ്. പൊതിരെ തല്ല് കിട്ടുകയാണ്, ബോധം കെടുകയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പനേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവുമായി തൻ്റെ സഹപ്രവർത്തകർ, കുടുംബങ്ങൾ അവിടെ നിൽക്കുകയാണ്. സിദ്ദീഖ്, താങ്കൾ വെള്ളം കുടിക്കൂ. എനിക്ക് വെള്ളം വേണ്ട. റസൂൽ എവിടെയാണ്? റസൂലിനെ കുറിച്ചറിയാതെ ഞാൻ വെള്ളമിറക്കുകയില്ല. സ്വന്തം ഭാര്യയുടെ ചുമലിൽ പിടിച്ച് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് പോയി, നബിയെ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ആവർത്തിച്ച് ചോദിച്ച് ആ വീട്ടിൽ നിന്നാണ് ഒരു ഗ്ലാസ് വെള്ളം സിദ്ദീഖുൽ അക്ബർ കുടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് റസൂലുള്ളാഹി ഓടി വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സിദ്ദീഖ് പോകാൻ സമയമായി, വാഹനമെടുക്കൂ, ശത്രുക്കൾ നമ്മുടെ പിന്നാലെ വരും, അതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബർ ഏങ്ങി കരയുകയാണ്. മകളായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ കരയുമെന്ന് എനിക്ക് ജീവിതത്തിൽ ആദ്യമായി മനസ്സിലായത് അന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബിയുടെ സഹവാസം കിട്ടിയപ്പോൾ ഏങ്ങി കരഞ്ഞത് കണ്ടിട്ടാണെന്ന് മകൾ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കാം. രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന സമയത്ത് മകളോട് ചോദിക്കുകയാണ്, മോളെ ഇന്ന് എന്ത് ദിവസമാണ്? ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ ഹബീബ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോയത്. അതുകൊണ്ട് അള്ളാഹുവേ, ഈ ദിവസം എന്നെയും നീ തിരിച്ചു വിളിക്കണം എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. അതേ തിങ്കളാഴ്ചയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് യാത്ര പോയത്. സ്വന്തം പിതാവ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പിതാവിന് അന്ധത ബാധിച്ചിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്. ലമ്മാ വളഅ യദഹു അലാ യദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബക അബൂബക്കർ. സിദ്ദീഖുൽ അക്ബർ കരയാണ്. എന്തിനാണ് കരഞ്ഞത്? പിതാവ് ഇസ്ലാം സ്വീകരിക്കുക എന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മാഭിലാഷമാണ്. അത് സാധിച്ച സന്തോഷം കൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്നത് എന്നാണ് നബി തിരുമേനി വിചാരിച്ചത്. എന്തിനാണ് സിദ്ദീഖ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരെ, അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരണമെന്നത്. അബൂ താലിബ് മരണാസന്നായി കിടക്കുമ്പോൾ യാ അമ്മി എന്ന് വിളിച്ച് താങ്കൾ കരഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അബൂ താലിബിന് വേണ്ടി ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഷഹാദത്ത് സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് ഹിദായത്തിലാവാൻ കഴിഞ്ഞില്ല. അങ്ങയുടെ ഒരു ആഗ്രഹം സാധിക്കാതെ സാധുവായ അബൂബക്കറിൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്ന ദുഃഖമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കരയാൻ പ്രേരിപ്പിച്ചത്. ഇതാണ് സിദ്ദീഖുൽ അക്ബർ. സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കാൻ സന്നദ്ധരായവരാരാണ് എന്ന ചോദ്യത്തിന് ഞാൻ എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ ഒരുപാട് സഹാബികൾ, താബികൾ, അവരുടെ സലഫുസ് സാലിഹീങ്ങൾ ആ മനുഷ്യ സമൂഹത്തോട് ഇടതടവില്ലാതെ, ഇടർച്ചയില്ലാതെ കണ്ണിചേരാം ഒരു ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലസ്തീൻ നമുക്ക് പ്രചോദനമാണ്. നിലനിൽക്കുന്ന അനീതിയോട് കലഹിക്കുവാൻ പ്രവാചകൻ നമുക്കൊരു പ്രചോദനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിള, തൃപ്തി നമുക്ക് പ്രചോദനമാണ്.
അതുകൊണ്ടാണല്ലോ കാരക്ക വിഷന്ന് വലഞ്ഞ് കാരക്കയുടെ ഒരു ചീള് വായിലേക്കിട്ടപ്പോൾ ആ കാരക്ക ചവച്ചിറക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെത്താൻ വൈകുമോ എന്ന് ഭയന്ന് ഇന്നീല അജിദു റീഹൽ ജന്ന എന്ന് പറഞ്ഞ് കാരക്കത്തുകള് വലിച്ചെറിഞ്ഞ സഹാബികളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ അനേകം ചരിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ. ഈ ചരിത്രം എന്നാണ് നമ്മോട് പറയുന്നത്. സ്വന്തം കൈയിന് വെട്ടേറ്റ് ആ കെട്ടേറ്റപ്പോൾ റസൂലിനെ ഏൽപ്പിച്ച കൊടി താഴെ വീഴരുതെന്ന് കരുതി മറ്റേ കൈ കൊണ്ട് താങ്ങി പിടിക്കുകയാണ്. ആ കൈയിനും വെട്ടേൽക്കുകയാണ്. കൈ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അടുത്തു നിൽക്കുന്ന ആളോട് മുസ്അബ് പറയാൻ, ആ കൈ പറിച്ച് ദൂരേക്കെറിയുക, എൻ്റെ ശരീരത്തിൽ കൊടി നീ കൂട്ടിക്കെട്ടുക, കൊടിയൊരിക്കലും താഴെ വിടരുത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനമോദിക്കൊണ്ട് മുഹമ്മദിനെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ശരീരം രണ്ട് കൈകളും നഷ്ടപ്പെട്ടത് പരിചയമായി സ്വീകരിച്ച മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കമിഴ്ന്നു വീടുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് കമിഴ്ന്നു വീടുമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയത്, ഞാൻ ജീവിച്ചിരിക്കെ ജീവന തുല്യം ഞാൻ സ്നേഹിച്ച പ്രവാചകനെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം കാരണമാണെന്ന് ചരിത്ര വിശാരദന്മാർ എഴുതി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കാൻ സന്നദ്ധരായവർ, ആ സന്നദ്ധരായവർ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രയാസങ്ങളിലും ജാഗ്രതയോടുകൂടി നീതിക്ക് വേണ്ടി കാവൽ നിൽക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് ഈ സമ്മേളനം നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിൻ്റെ ജാഗ്രതയുള്ള ഈ പാഠങ്ങളെ കൈപിടിച്ച് നിങ്ങൾ സ്വന്തമാക്കി സ്വായത്തമാക്കി ഹൃദയത്തിലേറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്യാമ്പസുകളിൽ, നിങ്ങൾ ഇടപെടുന്ന രാജ്യങ്ങളിൽ, വീഥികളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ, സത്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളെ, തിന്മയുടെ ആധിപത്യത്തെ നിങ്ങൾ എതിർക്കുക. നിങ്ങൾ അതിനെതിരെ മുട്ടിച്ചുരുത്തുക. സർഗാത്മകമായതിനോട് കലഹിക്കുക. ജനാധിപത്യപരമായതിനോട് പോരാടുക. ഇസ്ലാമികമായി ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ വിരലുകൾ ഉയർത്തുക. തീർച്ച ദൈവം തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രവാചകരെ, അവരെങ്ങാനും തലകുനിഞ്ഞു നോക്കിപ്പോയാൽ നമ്മളെ കണ്ടുമുട്ടുമല്ലോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ബേജാറുമില്ല. നിങ്ങളവർ കണ്ടാൽ നിങ്ങളവർ ദ്രോഹിക്കും, നിങ്ങളവർ വെട്ടും, നിങ്ങളവർ വധിക്കും. അതുകൊണ്ട് നബി, എനിക്ക് ബേജാറുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അബൂബക്കറെ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുത്തത്തിൽ അല്ലാഹുവിനെ കൂടെ നിർത്താനുള്ള ശ്രമമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ശ്രമമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാനുള്ള ഏറ്റവും വലിയ പരിശ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാമ്പസുകളിൽ നിങ്ങൾ ഒറ്റക്കായാലും ഈ മുദ്രാവാക്യം നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നിങ്ങളുടെ കൂടെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന എന്ന മുദ്രാവാക്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാക്ഷാൽ പ്രേരക ഘടകം എന്ന് പറയുന്നത്. ആ ഘടകം കൈവിട്ടു പോയാൽ, ആ ഘടകം അസ്തമിച്ചു പോയാൽ, അതിൽ പ്രതീക്ഷയില്ലാതെയായി പോയാൽ, അനീതി നടപാടുമ്പോഴും നിങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കും, ധൈര്യമില്ലാതിരിക്കും, സ്റ്റാൻഡ് എടുക്കാൻ സന്നദ്ധരാവാതിരിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് സൃഷ്ടിയോടും സൃഷ്ടാവിനോടും ഒരുപോലെ ബാധ്യതകളുള്ള, സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ ഏറ്റവും മുൻപന്തിയിൽ നിർവഹിക്കണമെന്ന് നിങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം അണിനിരത്താൻ പറ്റുന്ന ഈ രാജ്യത്തെ ഒരു നിർഭയ പ്ലാറ്റ്ഫോമാണ് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ മകൻ അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ SIO എന്നതാണെന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ മകൻ ലഹരിക്കെതിരെ പോരാടണമെങ്കിൽ, ലഹരിക്ക് എസ്കോർട്ട് പോകലാണല്ലോ പോലീസുകാരുടെ പോലും സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ലഹരിയെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങൾ, ലഹരിക്കടത്തിന് വേണ്ടി പോലീസ് വാഹനവും പോലീസ് യൂണിഫോമും പോലീസ് സ്റ്റിക്കറും പകർന്നു നൽകിയ രാജ്യമാണ് കേരളമെന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മകൻ ഉറക്കാത്ത കാലുകളും കലങ്ങിയ കണ്ണുകളുമായി രാത്രി വാതിൽ മുട്ടരുത് എന്ന് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ നിർഭയം നിങ്ങൾക്ക് പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരു മൂവർണ്ണക്കൊടിയാണ് കേരളത്തിലുള്ളത്. അത് സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മകൻ വംശീയ പദ്ധതികളുടെ, അതിൻ്റെ വംശീയ പദ്ധതികൾ ഈ രാജ്യത്ത് വിരാജിക്കുന്ന സമയത്ത് മുഹമ്മദ് അഖിലാക്കും ഹാഫിൽ ജുനൈദും
ബിൽക്കീസ് ബാനുമെല്ലാം നീതിക്ക് വേണ്ടി ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പോരാളികൾ, ആ പോരാളികളെല്ലാം നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന്റെ പ്രചോദനമായി വർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് നിർഭയം പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ദൈവത്തോട് ഏറ്റവും പ്രതിബദ്ധതയുള്ള, സൃഷ്ടികളോട് ഏറ്റവും കടപ്പാടുകളുള്ള, ബാധ്യതകൾ നിർവഹിക്കുന്ന മാതാപിതാക്കൾ മുതൽ സഹപ്രവർത്തകർ മുതൽ സമൂഹത്തോടുള്ള ബാധ്യതകളെല്ലാം എണ്ണം പറഞ്ഞ മുൻഗണനാക്രമത്തിൽ നിർവഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിഭക്തയെ സ്വീകരിക്കുന്ന, ഒരു ആദർശത്തെ സ്വീകരിക്കുന്ന വിദ്യാർത്ഥി സംഘമാണ് SIO എന്ന് പറയുന്നത്. അതുകൊണ്ട് SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നിങ്ങളൊരു ഓപ്ഷനായി തിരഞ്ഞെടുക്കുക. അല്ല, നിങ്ങൾ ഏറ്റവും നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ പ്രസ്ഥാനത്തെ സ്വീകരിക്കുക. കാരണം ഈ കാലത്തിൻ്റെ ആവശ്യം ഈ ഭൂവർണ്ണക്കൊടിയാണ്, ഈ മുദ്രാവാക്യമാണ്. രാത്രിയും നിങ്ങൾ ആലോചിച്ചു നോക്കുക, കേരളത്തിൻ്റെ തെരുവുകളിലെല്ലാം ഈ മൂവർണ്ണക്കൊടിയുടെ കൂടെ മറ്റൊരു ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ട്. ഫലസ്തീൻ്റെ ചിഹ്നമാണ്. ക്യാമ്പസുകൾക്ക് മാത്രമല്ല, കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പത്തിനും ഫലസ്തീൻ എന്ന ഗ്രഹപാഠം പഠിപ്പിച്ചത്, അതൊരു എഞ്ചുപടിയായി എഴുതി പഠിപ്പിച്ചത്, ഒരു പ്രാഥമിക പാഠമായി എഴുതി പഠിപ്പിച്ചത് നിസ്സംശയം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് ഈ പാഠത്തെ നിങ്ങൾ നെഞ്ചേറ്റുക. നിങ്ങളുടെ കുട്ടികളുടെ അനീതിക്കെതിരെ കലഹിക്കാൻ നിങ്ങളുടെ കുട്ടി സന്നദ്ധനാണോ എങ്കിൽ ഈ മൂവർണ്ണക്കൊടി പിടിക്കാൻ, ഈ ത്രിവർണ്ണ പതാക പിടിക്കാൻ നിങ്ങൾ അവനെ പരിശീലിപ്പിക്കുക. നിങ്ങളെ ഒരിക്കലും അവൻ വൃദ്ധസദനത്തിലെത്തിക്കില്ല. നിങ്ങളോടുള്ള ബാധ്യത നിർവഹിക്കാതെ അവനൊരിക്കലും ഒളിച്ചോടുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്ന ഒരു പ്രകൃതം അവനിൽ ഉണ്ടാവുകയില്ല. ആരുടെ മുന്നിലും തലകുനിച്ചു നിൽക്കേണ്ട ഒരു മകൻ നിങ്ങളുടെ മകനാവുകയില്ല. ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹവും സ്വപ്നവുമാണെങ്കിൽ ഈ മൂവർണ്ണക്കൊടി നിങ്ങളുടെ ഏറ്റവും നിർബന്ധ ബുദ്ധിയോടുകൂടി ഏറ്റെടുക്കേണ്ട പതാകയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ആഹ്വാനത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനമായ ഘടകങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ക്യാമ്പസുകളിലും അതിന് പുറത്തും നിങ്ങളുടെ തെരുവുകളിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലും ഈ സന്ദേശത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥിത്വ പ്രകാശ സമാനമായി പ്രോജ്വലിപ്പിച്ചു നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ആവർത്തിച്ച് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിദ്യാർത്ഥിത്വം നഷ്ടപ്പെടുന്ന സമയത്ത് ഇന്നെല്ലാം നമുക്കറിയാം, തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുക, ആളുകൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്, ആഘോഷങ്ങളാണ്, സെലിബ്രേഷനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യഗൗരവമായ പ്രസക്തമായ ഹംദൽ അവരുടെ വിഷയമല്ല, നാജി അലിയുടെ വിഷയമല്ല, ജമീല അഷ്ഹംദി അവരുടെ വിഷയമല്ല, ഉമ്മുനിദാൽ അവരുടെ വിഷയമല്ല, ഷഹീർ ഇസ്മായിൽ ഹനിയെ അവർ കേട്ടിട്ട് പോലുമില്ല, ഖാലിദ് മിഷാവിലാർക്ക് അറിയുക പോലുമില്ല. അങ്ങനെ ലോകത്ത് സ്വന്തം ജീവിതം കൊണ്ട് ചിറകിട്ടി ലോകത്തെ വൻശക്തിയെ ചെറുത്തു നിൽക്കുന്ന അധിനിവേശ വിരുദ്ധതയുടെ ഗ്രഹപാഠം പോലും പഠിക്കാത്ത ആ ജനതയുടെ മുന്നിലേക്കാണ് വലിയ വലിയ പാഠങ്ങളുമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ എത്തി നിൽക്കുന്നത്. അതിന് നിങ്ങളെ സന്നദ്ധമാക്കിയത്, നിങ്ങളുടെ കാലിനും തലച്ചോറിനും നിങ്ങളുടെ മനസ്സിനും കയ്യിനും ഫലമേകിയത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി നിർഭയരായി ക്യാമ്പസുകൾ എഴുന്നേറ്റ് നിൽക്കുക. അത് ഈ കാലത്തെ വിദ്യാർത്ഥിത്വത്തെ ഇല്ലാതെയാക്കിയിട്ടില്ല എന്നും വിദ്യാർത്ഥിത്വം അസ്തമിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.